നമ്മുടെ മാർക്കറ്റിങ്ങിന്റെ ഗൂഗിൾ ഫോം നിങ്ങൾ പുതിയ ഷോപ്പുകളിൽ കയറുമ്പോൾ അതെങ്ങനെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കാം എന്ന് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനി ഒരു ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് എഴുതി വെക്കേണ്ട ആവശ്യം വരുന്നില്ല. ആ ഗൂഗിൾ ഫോമിൽ ഡോക്യുമെന്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഫോളോ അപ്പ് ചെയ്യേണ്ടതില്ല. നമ്മൾ പറയുന്നത് സാധാരണ ഒരു ദിവസം പുതുതായിട്ടുള്ള 5 ഷോപ്പിലെങ്കിലും നമ്മുടെ പ്രൊഡക്ഷനെ പരിചയപ്പെടുത്തണം. അപ്പോഴാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ 5 ഷോപ്പിൽ കയറി നമ്മൾ മാത്രം പോരാ, ആ ഷോപ്പിന്റെ ഡാറ്റ നമ്മൾ കീപ്പ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുക. ഒരു 10 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 15 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 20 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ഞാൻ എത്ര ഷോപ്പുകളിൽ കയറി, അതിന്റെ ഡാറ്റ എന്തൊക്കെയാണ്, അവിടുന്ന് ഏതൊക്കെ എനിക്ക് ഓർഡർ കിട്ടി, ഏതാണ് ഓർഡർ കിട്ടാത്തത്, റീഫോളോ അപ്പ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള ഫുൾ ആയിട്ടുള്ള ഡാറ്റകൾ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു ഫോം ഇതാണ്. ഈ ഒരു ഗൂഗിൾ ഫോം ആണ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഞാനൊരു ഫോം. ഈ ഫോം നിങ്ങൾക്ക് വാട്സപ്പിൽ കിട്ടിയിട്ടുണ്ടാവും. ഈ ഫോമിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഈ ഫോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ന്യൂ കസ്റ്റമർ ഡാറ്റ ഫ്രഷ്വെൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫോം ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമ്മുടെ ഗോദ്രേജിന്റെ ലോഗോ കാണുന്നുണ്ടാവും, ഡേറ്റ് കാണുന്നുണ്ടാവും. ആ ഡേറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ, ഡേറ്റ് എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്താൽ കലണ്ടർ ഓപ്പൺ ആയി വരും. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് ആണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് സെലക്ട് ചെയ്യുക, സെറ്റ് എന്ന് കൊടുക്കുക. ടൈം കൊടുക്കുന്നത് നമുക്ക് ഇപ്പോൾ ഏത് ടൈമാണ് വേണ്ടത് ചില ടൈം കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആ ഷോപ്പിൽ കയറുന്ന സമയം 11 മണിയാണെന്നുണ്ടെങ്കിൽ 11 എന്നുള്ളത് കൊടുത്തു. ഓക്കെ. നമ്മളെ പേര് സെലക്ട് ചെയ്യുക. സെലക്ട് യുവർ നെയിം എന്നുള്ളത് കൊടുത്തു. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇതിൽ റിയാസ് ഫറൂഖ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മളെ പേര് അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഒന്നും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട, ഓട്ടോമാറ്റിക് അത് സെലക്ട് ചെയ്ത് വെച്ചാൽ മതി. റൂട്ട് നെയിം നമ്മൾ ഏത് റൂട്ടാണോ നമ്മൾ പിന്നെ വർക്ക് ചെയ്യുന്നത് ആ റൂട്ടിന്റെ പേര്, ഇപ്പോൾ ഇടവണ്ണ, കാളികാവ്, മഞ്ചേരി, കോട്ടക്കൽ, SBS, അസുമ, SBS, അൽബാൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. അതിലിപ്പോൾ ഫറൂഖ് ആണെങ്കിൽ ഫറൂഖ്, എക്സാമ്പിൾ ഫറൂഖ് എന്നുള്ളത് ചെയ്തു. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഷോപ്പിന്റെ പേര് നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഷോപ്പിന്റെ പേര് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളിന്റെ എ ബി സി സ്റ്റോർ എന്ന് എഴുതി. പ്ലേസ് പിന്നെ അത് മെഡിക്കൽ കോളേജിന്റെ അടുത്താണ്. അപ്പോൾ മെഡിക്കൽ കോളേജ് എന്ന് ഞാൻ ജസ്റ്റ് അവിടെ അതിന്റെ പ്ലേസ് എഴുതി. മെഡിക്കൽ കോളേജ് എന്ന് പ്ലേസ് എഴുതി. ഫോൺ നമ്പർ അവിടുത്തെ ഒരു ഫോൺ നമ്പർ എഴുതി കൊടുത്തു. 90 37 39 60 45. ഓക്കെ. അവിടുത്തെ ഒരു ഫോൺ നമ്പർ എഴുതി കൊടുത്തു. ആളുടെ പേര്, ഞാൻ സംസാരിച്ച ആളുടെ പേര്, അല്ലെങ്കിൽ മാനേജറുടെ പേര്, അല്ലെങ്കിൽ അതിന്റെ ഓണറുടെ പേര്. ഇപ്പോൾ പിന്നെ ഫർസാൻ ആളുടെ പേര്. ഞാൻ ജസ്റ്റ് ഫർസാൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു, ഫർസാൻ. ഇനി അടുത്തത് ഡെലിവറി ടൈം. ശരിക്കും ഓൽക്ക് സാധനം കിട്ടേണ്ടത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സമയം നമ്മളും അവരും തമ്മിൽ സംസാരിച്ചിട്ട് നമ്മളിപ്പോൾ രാവിലെ 6:50 ഓൽക്ക് സാധനം കൊടുക്കാൻ തീരുമാനിച്ചെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അവിടെ 6:50 എന്ന് എഴുതി വെക്കുന്നു. 6:50 എന്ന് എഴുതി വെക്കുന്നു. ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന ടൈം നമുക്ക് ഓലെ ഷോപ്പ് എപ്പോഴാണ്, ചിലപ്പോൾ ഓലെ ഷോപ്പ് 4 മണിക്ക് തുറക്കുന്നുണ്ടാവും, ചിലപ്പോൾ 8 മണിക്കാകാരം തുറക്കുന്നത്, അല്ലെങ്കിൽ ഓലെ ഷോപ്പ് ഇപ്പോൾ 7 മണിക്കാണ് തുറക്കുന്നത്. നമ്മൾ അവിടെ 6:50 പോവുക. അപ്പോൾ 6:50 വെക്കുന്നു. ഷോപ്പ് തുറക്കുന്ന സമയം 7 മണി. ഇനി ഷോപ്പ് തുറക്കുന്ന സമയം 10 മണിയാണെങ്കിൽ നമ്മൾ അവിടെ എത്തുന്നു. അവർക്ക് GST നമ്പർ ഉണ്ടെങ്കിൽ അവിടെ GST നമ്പർ ഇടുന്നു, അല്ലാന്നുണ്ടെങ്കിൽ GST നമ്പർ എന്നുള്ളത് നമ്മൾ നോ എഴുതുന്നു. പിന്നെ അവിടെ ഉള്ളൊരു ചോദ്യം, നിലവിൽ ഉപയോഗിക്കുന്ന ബ്രാൻഡ് അവരുടെ ഏതാണെന്നില്ലേ. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സംസാരത്തിൽ നമുക്ക് അവർ ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഏതാണെന്നില്ലേ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ വരാം, അവർ മിൽമയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് മിൽമ എന്നുള്ളീമേ ക്ലിക്ക് ചെയ്യുന്നു. അല്ല, അവർ ഉപയോഗിക്കുന്ന ഓൾറെഡി നമ്മൾ സംസാരിക്കാൻ ചെന്നപ്പോൾ നമ്മൾ ഗോദ്രേജിന് ഉപയോഗിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഗോദ്രേജ് എഴുതിയിട്ട് പിന്നെ കൂടുതൽ സംസാരം നിൽക്കാതെ സർവീസ് ഒക്കെ ഓക്കെ അല്ലേ എന്നുള്ളത് ചോദിച്ചിട്ട് നമ്മൾ പോരുന്നു. വേറെ ആരെങ്കിലും ഒരാൾ അവിടെ ഗോദ്രേജിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ. അതല്ല, ഇനിയിപ്പോൾ അവർ അസൽ മിൽക്കാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇളനാടാണ് ഉപയോഗിക്കുന്നത്, ജസ്റ്റ് ആ ഇളനാട് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഈ ലിസ്റ്റിൽ ഇല്ലാത്ത ഒന്നാണ് അവർ ഉപയോഗിക്കുന്നതെങ്കിൽ അതർ എന്നുള്ളിടത്ത് നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ഇപ്പോൾ ഗാല എന്ന് പറയുന്ന മിൽക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗാല മിൽക്ക് എന്നുള്ളത് അവിടെ എഴുതാൻ പറ്റും. അതർ എന്നുള്ളിടത്ത് നമുക്ക് എഴുതാൻ പറ്റും. ഇനി അല്ല, നമുക്ക് മിൽമയാണെന്നുണ്ടെങ്കിൽ മിൽമ എന്നുള്ളിടത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. നിലവിൽ ഉപയോഗിക്കുന്ന എണ്ണം പോലെ നിലവിൽ ഉപയോഗിക്കുന്നത് അവർ TM500 ഒരു 30 പാക്കറ്റ് ആണെങ്കിൽ TM500 30 പാക്കറ്റ് ജസ്റ്റ് നമ്മൾ അവിടെ എഴുതി കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ഡാറ്റ കിട്ടും. ഇനി നമ്മളെടുത്ത് അവരെടുത്ത ഓർഡർ ഏതാണെന്നുള്ളത് ഓരോന്ന് ഐറ്റം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത് ഏതെടുത്തെന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. ഇപ്പോൾ ടോണ്ട് മിൽക്ക് ആണെങ്കിൽ ടോണ്ട് മിൽക്ക് 400 ml, 500 ml, 950 ml 3 കാറ്റഗറി ആണെങ്കിൽ ഇതിൽ ഏത് ഐറ്റമാണ്. ഇപ്പോൾ 400 ml 10 പാക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നേരെ വലത്തോട്ട് നീക്കിയിരുന്നെങ്കിൽ 10, ഇനി 15 പാക്കറ്റ് ആണെന്ന് വിചാരിക്കാം, നമുക്ക് ഈ 15 ക്ലിക്ക് ചെയ്യാം. ഈ 950 ഒരു 2 പാക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിലത് ക്ലിക്ക് ചെയ്താൽ അത് രണ്ടും അവിടെ എന്തായി, ആ ഡാറ്റ അവിടെ കയറി കഴിഞ്ഞു. ഇനി SM വേണമെങ്കിൽ SM 450, 950 ഇതിൽ ഏതാ വേണ്ടത് വെച്ചാൽ ക്ലിക്ക് ചെയ്യാം. ഇതേപോലെ വലത്തോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. ഈ തൈരാണെന്നുണ്ടെങ്കിൽ ഒരു ഐറ്റം മാത്രമാണ്. ആ തൈരിൽ ഇപ്പോൾ തൈര് ഒരു 5 പാക്കറ്റ് വേണമെന്ന് പറഞ്ഞെങ്കിൽ അതും ക്ലിക്ക് ചെയ്യാം. മോര് ഐറ്റംസുകൾ, ഫ്രഷ്വെലിന്റെ മസാല മോരാണെങ്കിൽ 300 ml, 750 ml, ഫ്രഷ്വെലിന്റെ മോരാണെങ്കിൽ 500 ml, 1000 ml. ഈ കാര്യങ്ങളുണ്ട്. ഫീഡ്ബാക്ക്, ഈ കടഞ്ഞി ഓർഡർ ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ ഗുഡ് കസ്റ്റമർ ആണ്, അല്ലെങ്കിൽ എന്താണ് ഇതിൽ എഴുതാനുള്ളത് വെച്ചാൽ ജസ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്തിടാം. ഫീഡ്ബാക്ക് നമുക്ക് ടൈപ്പ് ചെയ്തിടാം. പിന്നെ ഞാൻ സംസാരിച്ച ഷോപ്പിന്റെ ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. പുറത്തുനിന്നുള്ള ഒരു ഫോട്ടോ എടുക്കുക. ജസ്റ്റ് അവരുടെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയാം. എന്നിട്ട് പുറത്തുനിന്ന് ജസ്റ്റ് ഈ ആഡ് ഫയലിൽ കൊടുക്കുക.
ആഡ് ഫയലിൽ കൊടുത്തിട്ട് ബ്രൗസിൽ പോയിട്ട് നമുക്ക് ക്യാമറ വീഡിയോ എന്നുള്ളത് ഉണ്ടാവും. അവിടെ തന്നെ അപ്പം നമുക്ക് ഫോട്ടോ എടുക്കാം. ജസ്റ്റ് ക്യാമറ എന്നുള്ളത് ഇടുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാമറ എന്നുള്ളത് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഫോട്ടോ ജസ്റ്റ് നമ്മൾ ഒരു ഫോട്ടോ എടുക്കുന്നു. അത് നേരെ ക്ലിക്ക് ചെയ്യുന്നു. ആ ഫോട്ടോ അതിലേക്ക് അപ്ലോഡ് ആവുന്നത് അത് കാണാൻ പറ്റും. അപ്പോൾ ആ ഷോപ്പ് എവിടെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇനി ഇതിൽ എന്തെങ്കിലും ഒന്ന് നോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് നോട്ട് ചെയ്യാം. എന്തെങ്കിലും നോട്ട് ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം ഈ കസ്റ്റമർക്ക് വേണ്ടി